പുരുഷന്മാരെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാനില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ അവർ പലരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഭാര്യ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും? അവരൊന്നും ഒരു ദിവസം ഒരു പനി അടിച്ച് കിടക്കുമ്പോഴത്തേനും ആ വീട്ടിലെ അവസ്ഥ എന്താണ്? ജിമ്മിൽ വിടാത്തതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, മിക്സഡായിട്ടുള്ള ഒരു ജിമ്മിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അതിനെ പുരുഷന്മാരുടെ അനാവശ്യ നോട്ടവും കാര്യങ്ങളും എൻ്റെ ഭാര്യയെ കിടന്ന് ചാടുന്ന സമയത്ത് അവരിങ്ങനെ നോക്കും, അങ്ങനെ നോക്കും. ലേഡീസിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണ്? നല്ല ഷേപ്പായിട്ടുള്ള ബോഡി, ഇപ്പം വയറ് കുറയുക, ഷേപ്പായിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ഇവിടെ എന്തായാലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി നമുക്ക് ഇതിൽ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വർക്കൗട്ട് രീതി എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡംബൽ വർക്കൗട്ട്സും ചെറിയ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മെൻ്റൽ സ്ട്രെസ് തന്നെ എന്ന് പറയുന്നത് അവരുടെ ഔട്ട് ഓഫ് ഷേപ്പ്. പിന്നെ അതേപോലെ തന്നെ അസുഖങ്ങൾ, എന്തെങ്കിലും പെട്ടെന്ന് അസുഖങ്ങൾ വരിക, അതൊക്കെ എന്ന് പറയുമ്പം അവരെ നന്നായിട്ട് തളർത്തുന്ന ഒരു കാര്യമാണ്. അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് വീട്ടിലുള്ള ആൾക്കാരോടാണ്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കാരണം എനിക്ക് വരുന്ന ക്ലൈമറ്റ്സ് മീൻസ്, അതായത് ഞാൻ നമ്മുടെ കുട്ടികൾ സ്റ്റാഫുകൾ വിളിക്കുന്നവർ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, എക്സ്ട്രാ വർക്കൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ആവശ്യം പോലെ ജോലികളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചെയ്താൽ മതി, വണ്ണം തന്നെ അങ്ങ് കുറഞ്ഞോളും എന്നുള്ള എല്ലാ മാസവും ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. കുറേ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, വീട്ടിലെ ജോലികൾ ഒരിക്കലും നമുക്കൊരു വർക്കൗട്ടിനെ ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല വീട്ടിലെ ജോലിയാണെന്ന് പറയുന്നത്. അത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ് ോടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് സ്ട്രെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങൾ പലതാണ് വരെ. ഈവൻ ഏറ്റവും ലാസ്റ്റ് ക്യാൻസർ, പല ടൈപ്പ് ക്യാൻസറുകളുണ്ട്. അതെല്ലാം വരുന്നത് കൂടുതലും സ്ത്രീകൾക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് ലെവലാണ്. സ്ട്രെസ് ഒരുപാട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏജിങ് ആയി പോകും. അതായത് ഒരു നല്ലൊരു യങ് ടൈമിൽ തന്നെ നമ്മുടെ ഫേസിന് തന്നെ അതൊരു ഏജിങ് ലെവലിലേക്ക് നമുക്ക് പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർ പലരും ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ വിടാത്ത ഹസ്ബൻഡുമാരാണ് ഓൺലൈൻ ക്ലാസ്സിനെ വിട്ടേക്കുന്നത്. വർക്കൗട്ടും ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈലും ഒന്ന് ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം പെട്ടെന്ന് ലഭിക്കും. എനിക്ക് ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യയെ പെൺകുട്ടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവരെ ചേർക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് നല്ലൊരു ട്രെയിനറാണ്. ഇതൊക്കെ അറിയാവുന്ന ഒരു ട്രെയിനർ തന്നെയാണ് നമുക്ക് ഏറ്റവും വേണ്ടുന്നത്. ഫേക്ക് ഒരുപാട് പേരുണ്ട്. ഫേക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ട്രെയിനറിൻ്റെ സർട്ടിഫിക്കേഷൻ അയച്ചു തരും. എന്ത് സർട്ടിഫിക്കേഷനാണ് അവർ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുക. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ചേരുന്ന സമയത്ത് എനിക്ക് അവർ പറ്റുമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാൻ തന്നെ പറയാം. ഒരു മറവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അയച്ചു തരുന്നതൊന്നും അവർക്കൊരു പ്രശ്നവും കാണത്തില്ല. ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യമാരൊന്ന് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്.